ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് 25 പൈസ കൊണ്ടോ അല്ലെങ്കിൽ 5000 രൂപ കൊടുത്ത് ഒരു പൂജ നടത്തി ഇണക്കിയെടുത്ത് കളയാമെന്ന് ആലോചിക്കുന്ന അത്രയും അസംബന്ധം പിടിച്ച ഒരു ആലോചന ലോകത്തുണ്ടോളൂ. എത്ര വലിയൊരു പ്രപഞ്ചമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ശക്തിയെ പറ്റി പറഞ്ഞു എന്നിട്ട് അതിനെ ഇണക്കാൻ വേണ്ടി പാലും പഴവും കൊടുക്കാമെന്ന് മേദ്യം കൊടുക്കാമെന്നാണെങ്കിൽ എത്ര പ്രാകൃത മനുഷ്യന്മാരാണ്. കാശിനെ കൊള്ളാത്ത ദൈവങ്ങൾ പോലും അല്ല ഇവനൊക്കെ ഉള്ളത്. കൊള്ളാവുന്ന ദൈവത്തിനെങ്കിലും ഉണ്ടാക്കാനെങ്കിലും ഇവന്മാർ പഠിക്കണ്ടേ? അതുപോലും ഇല്ല. നമ്മളീ കണ്ട ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തിന് ഈ നിസ്സാരരായ ഈ മനുഷ്യര് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആ മനുഷ്യരുടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടക്കേണ്ട ഗതികേട് വരുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാനാവുക? ഇവിടെ മക്കയിലുള്ള അബൂ സുഫിയാനെയും അബൂലഹബിന്റെ ഭാര്യയെയും ഒക്കെ അവർ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ തന്തയ്ക്ക് പറക്കാത്തവനെന്നും വാലുമുറിഞ്ഞവനെന്നും അമ്മാലത്തില്ലാത്തവ എന്നൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയും നിങ്ങളെ തലയിൽ കൂടെ ഞാൻ ഇതപ്പോ പൊട്ടിച്ച് വീഴും, ഇപ്പൊ നിങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞ് കീലേരി അച്ചുവിനെ പോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന അള്ളാഹു എന്ന ആ ഒരു കുട്ടി ദൈവത്തെ നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ടും പ്രപഞ്ചത്തിന്റെ കാരണക്കാരനായിട്ടുള്ള ഒരു വലിയ ദൈവവുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്തു പോകും. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ, നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്ന ഈ കഥകൾ എത്രമാത്രം ബാലിശമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക.